നമ്മളുടെ കമ്പനിയിൽ ട്രാൻസാക്ഷൻസ് ഫ്രീക്വൻ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ? പല കമ്പനീസ് ഉണ്ടാവാം. അതിൽ ചില കമ്പനീസിൽ അധികം ട്രാൻസാക്ഷൻസ് ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും ട്രാൻസാക്ഷൻസ് ഇല്ലാത്തൊരു കമ്പനി ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനിയിൽ അവർ ചിലപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. അവിടെ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കംപ്ലയൻസ് ഇഷ്യൂ തന്നെയായി മാറിയിട്ടുണ്ടാവും. കാരണം ഈവൻ ഇഫ് ദർ ഇസ് നോ ട്രാൻസാക്ഷൻ, ആ ഒരു കമ്പനി കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ട്രാൻസാക്ഷൻസ് ഇല്ലെങ്കിലും എല്ലാ കൊല്ലം ആ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേണും ഫയൽ ചെയ്തിരിക്കണം. ഇളവുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ. വൺ ഓഫ് ദി മോസ്റ്റ് പ്രോമിനൻറ്റ് ടൈപ്പ് ഓഫ് ലൈസൻസ് ദാറ്റ് യു വിൽ ഗെറ്റ് ഇസ്, ഇപ്പം ചെറിയൊരു ബിസിനസ് ഓണർ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ LLC സ്ട്രക്ചർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ സോൺ സ്ട്രക്ചർ അല്ലാന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ സ്ട്രക്ചർ വാസ് ഒരു സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ തന്നെ നമുക്കൊരു ലൈസൻസ് എടുക്കാം. അപ്പോൾ ഈ സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ലൈസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിലായിരിക്കും എടുക്കുന്നത്. നമ്മുടെ പേരിലാണ് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ ഇതെല്ലാം എടുക്കേണ്ടത്. ബട്ട് ഇവർക്കൊരു ഇളവ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വ്യക്തിയുടെ പേരിലുള്ള ബിസിനസ് ടേൺ ഓവർ, ബിസിനസ് സെയിൽസ്, ഇഫ് ഇറ്റ് ഈസ് ബിലോ 1 million dirhams, ഈ 1 million ക്രോസ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. മറിച്ച് ഇവർക്കൊരു LLC കമ്പനി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വെയർ അതിനൊരു സെപ്പറേറ്റ് ലീഗൽ സ്റ്റേറ്റസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസാക്ഷൻ ഇല്ലെങ്കിലും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം.